വൈറ്റ് തീമിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണിത്. ഈ ഒരു കിച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് സ്പേസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ഷെൽഫ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ധാരാളം കബോർഡ്സും റാക്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൺ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാരണം വേറൊരു സ്റ്റോർ റൂമിൻ്റെ ആവശ്യം ഈ വീട്ടിലില്ല. കിച്ചൻ്റെ ഡിസൈനിൽ ഫുള്ളി നമ്മൾ വൈറ്റ് തീമിലാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. വേറെ ഒരു കളർ പാറ്റേൺ ആഡ് ചെയ്യാതെ ഫുൾ വൈറ്റ് തീമിലുള്ളൊരു കിച്ചൺ പാറ്റേണാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് വൈറ്റ് തീമിൽ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ഒരു റൂമിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസിനാണ്. ധാരാളം ഷെൽഫ്സും യൂട്ടിലിറ്റി ഏരിയയും എല്ലാം ഇതിനുള്ളിൽ തന്നെ, ഈ ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിലുള്ള 2 വിൻഡോസാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കിയാൽ തന്നെ പുറത്തെ ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ബെഡ്റൂംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഹൈറ്റ് വിൻഡോസ് വരുന്ന രീതിയിൽ വെളിയിലോട്ടുള്ള ഫുൾ വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഫുൾ ഹൈറ്റ് വിൻഡോസാണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് കാറ്റും വെളിച്ചവും കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു ചെറിയ വിൻഡോ, അതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഒരു പോർഷൻ ഗാർഡനൊക്കെ ഫുൾ വ്യൂ കിട്ടത്തക്ക രീതിയിൽ, ചെറിയ ഗാർഡൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഫുൾ വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിനോട് ചേർന്നുള്ളത് ഡബിൾ ഹൈറ്റ് ഭിത്തിയാണ്. സോ ഈ ഒരു ഭിത്തി ഫുൾ പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ ഒരു സർക്കുലർ പാറ്റേൺസ് ഉള്ള ഡിസൈൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ആ സ്റ്റെയർ കേസിലാണ്. ആ സ്റ്റെയർ കേസിലോട്ട് കയറിപ്പോകുന്ന വഴിക്കൊരു ഫുൾ ഹൈറ്റ് വാളാണ് നമുക്ക് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ആ വാളിൽ നമ്മൾ ഫുള്ള് പ്ലെയിനായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റിങ്ങി വെച്ചിട്ടുള്ള ഡിസൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കിട്ടുന്ന നമുക്കൊരു സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ അത് നമുക്ക് സാധാരണ നമ്മളവിടെ വേസ്റ്റായി കൊണ്ട് ഡംപ് ചെയ്യാനുള്ളൊരു ഏരിയ ആയിട്ടാണ് നമ്മൾ സാധാരണ വീടുകളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഏരിയ വരാതിരിക്കാനും അവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു തിയേറ്റർ സ്പേസ് ഉണ്ട്, 2 ബെഡ്റൂംസ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ വളരെ വലിയ 2 ബാൽക്കണി ഉണ്ട്. മൊത്തത്തിൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
മിനി തിയേറ്റർ കൺസെപ്റ്റിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് തിയേറ്ററായിട്ടും അതേപോലെ തന്നെ ഒരു റിലാക്സിങ് ഏരിയ ആയിട്ടും ഈ ഒരു റൂം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു വൈറ്റ് കളറിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ഇവിടെ വാൾപേപ്പർ പോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മുകളിലൊരു പ്രൈവറ്റ് തിയേറ്റർ നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു പരിമിതിക്കുള്ളിൽ തന്നെ ഒരു മിനി തിയേറ്റർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൂടുതൽ റിലാക്സ് ചെയ്തിരുന്ന ടി വി കാണാനും കൂടുതൽ മൂവി കാണാനും വായിക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് മുകളിലത്തൊരു ലിവിങ്ങിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടുത്തെ സോഫാസിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ആ ഒരു രീതിയിലാണ് അവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ തീമിന് മാച്ച് ആകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ സോഫ യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റം മെയ്ഡ് സോഫയാണിത്. ഒരേ സമയത്ത് കുറേ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ടോട്ടലി നമ്മൾ കൊടുത്തേക്കുന്ന ഒരു കളർ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും ഒരു വൈറ്റ് തീമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. കാരണം കൂടുതൽ ബഹളങ്ങളുണ്ടാകുന്നൊരു ഡിസൈൻ അവരും ആഗ്രഹിച്ചിരുന്നില്ല, ഞാനും ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ കൂടുതലും സോഫാസ് ആയാലും പെയിൻറ്റിൻ്റെ കളേഴ്സ് ആയാലും നമ്മൾ വൈറ്റ് തീമിൽ തന്നെ നമ്മൾ വരികയാണ് ചെയ്തത്. വളരെ സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാൽക്കണി സ്പേസ് ആണിത്. ഈ വീടിൻ്റെ റൂഫ് സ്ലോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഷിംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള വീടുകളിലൊന്നും അത് ധാരാളം കണ്ടിട്ടില്ല. ശരിക്കും ഒരു വെസ്റ്റേൺ അപ്രോച്ചാണ് ഈ ഷിംഗിൾസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഷിംഗിൾസിന് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നാച്ചുറൽ കരിങ്കല്ല് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാഡിംഗ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാഡിംഗ് ആണ് വന്നിട്ടുള്ളത്. ക്ലാഡിങ്ങിനെ നമ്മളൊരു ഡിഫറൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കരിങ്കലിൻ്റെ സ്റ്റോൺ ക്ലാഡിങ്ങാണ് നമ്മളതിന് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റോൺ ക്ലാഡിങ് തന്നെ പിന്നെ നമ്മൾ കുറച്ചുകൂടി അതിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മൾ നാച്ചുറൽ ഫീൽ വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മളെ ഓപ്പൺ ബാൽക്കണിയുടെ അവിടെയും നമ്മൾ കയറി വരുന്ന കാർ പോർഷൻ്റെ അവിടുത്തെ പില്ലറിൻ്റെ അവിടെയും വരുന്ന ക്ലാഡിങ്ങിന് ഒരു ഡാർക്ക് ഫിനിഷ് കൊടുത്തിട്ട് അതിനൊരു വെറൈറ്റി രീതിയിലാണ് നമ്മളതിൻ്റെ ഒട്ടിച്ചേക്കുന്നത്. ക്ലാഡിങ് ഒട്ടിച്ചേക്കുന്നത് അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഡിസൈനും പുറത്ത് ഒരിടത്തും നേരത്തെ കണ്ടിരിക്കരുതെന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഒരു കൊടുത്തേക്കുന്ന ഡിസൈൻ പാറ്റേൺസ് നേരത്തെ നമ്മൾ പോയി കണ്ട വീടുകളിലോ മാഗസീൻസ് കണ്ട വീടുകളിലോ ഒന്നും അധികം വരാത്തൊരു ഡിസൈൻ പാറ്റേണാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. വീട് നിർമ്മാണത്തിലെ പുതിയ ആശയങ്ങളുമായി മാസ്റ്റർ ക്രാഫ്റ്റിലൂടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.